എൻ്റെ അമ്മമ്മേൻ്റെ വീടിൻ്റെ അടുത്തൊരു കാവുണ്ട്. ആ കാവിൽ എല്ലാ കൊല്ലവും മുടങ്ങാതെ നടക്കുന്ന ഒരു ഉത്സവമുണ്ട്. ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ ഉത്സവത്തിന് ഒരു മുടക്കവും വരുത്താതെ എല്ലാ കൊല്ലം പോകായിരുന്നു. പക്ഷെ പിന്നെ എപ്പോഴൊക്കെയോ ലൈഫ് ബിസിയായി, ഞങ്ങളൊക്കെ വലിയ കുട്ടികളായി, സ്റ്റഡീസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ പല പല ഭാഗങ്ങളിലോട്ട് പോയി. പക്ഷെ അപ്പോഴൊക്കെയും ഈ കാവും അവിടുത്തെ ആൾക്കാരും ചെണ്ടമേളവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഫെബ്രുവരി ആകുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും അമ്മമ്മയുടെ കാവിൽ ഉത്സവമായിട്ടുണ്ടാവല്ലേ എന്ന്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം എനിക്കും എൻ്റെ ഫാമിലിക്കും കസിൻസിനും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഈ കാവിൽ തിരിച്ചു വരാൻ പറ്റി. ഈ കാവിലെ ഉത്സവത്തിന് ഭയങ്കര ഒരു ഫീലാണ് ഗൈസ്. എനിക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അറിയില്ല. ചെറുതാകുമ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് ഇവിടെ ഉത്സവത്തിന് വന്നുകൊണ്ടിരുന്നത്. ഈ കാവിൽ ഒരുപാട് തെയ്യങ്ങൾ നടക്കാറുണ്ട്. കുട്ടിച്ചാത്തൻതിറ, വെള്ളാട്ട്, അതുപോലെ നാഗകാളിത്തിറ, അങ്ങനെ ഒരുപാട് തെയ്യങ്ങൾ ഈ കാവിൻ്റെ ഉത്സവത്തിന് ഉണ്ടാവാറുണ്ട്. എനിക്ക് ഏറ്റവും പേടി കുട്ടിച്ചാത്തൻതിറയായിരുന്നു. കുട്ടിച്ചാത്തൻ എന്നെ പിടിക്കുമോ എന്ന് പേടിച്ചിട്ട് ആ കാവിൻ്റെ ഏറ്റവും മൂലയ്ക്ക് പോയി കണ്ണടച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ എന്നാലും അടുത്ത കൊല്ലമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉത്സാഹിക്ക് ഞാനാണ്. ഉത്സവത്തിന് പോണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ. ലൈഫിലെ പല പല സിറ്റുവേഷൻസ് കാരണം നമ്മളൊക്കെ മാറിയെങ്കിലും ആ കാവും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ തെയ്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ കാവിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ പണ്ട് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ എന്നിലൊരു ഭാഗത്ത് തിരിച്ചു കിട്ടിയ പോലെ എനിക്ക് തോന്നി. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഗൈസ്. ഈ കടയുടെ ഒക്കെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ പണ്ട് എത്രയോ കരഞ്ഞിട്ടുണ്ട് മാലയും വളയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പണ്ട് എപ്പോഴും വാങ്ങുന്ന പോലെ ശർക്കര ജിലേബിയും ചോക്കുമുട്ടായും ഒക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചുപോയി.